പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 26, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. കുട്ടികളടക്കം ലഹരി മരുന്ന് റാക്കറ്റുകളുടെ കരിയർമാർ ആകുന്നതിൻ്റെ റിപ്പോർട്ടുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത്. ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വിപത്താണ് ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ കടത്തും. ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായുള്ള പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം എന്ന ഘടകമാണ് ദിനാചരണങ്ങളെ ഏകോപിപ്പിക്കുന്നത്. ലഹരിയുടെ ഉപയോഗം മുതിർന്നവരിലും കുട്ടികളിലും ഒരേ രീതിയിൽ കണ്ടുവരുന്ന കാലമാണിത്. ഓരോ ചുവടുവെപ്പിലും ജാഗ്രതരായിരിക്കേണ്ട സാഹചര്യം സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ പിടികൂടാൻ പതുങ്ങിയിരിക്കുന്ന ലഹരി കൈകളാണ് ചുറ്റും. കുട്ടികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി സമീപകാല കണക്കുകൾ വ്യക്തമാക്കുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ലഹരി വിൽപ്പനക്കാരാൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ലഹരിക്ക് കീഴ്പ്പെട്ടു പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതവരുടെ പഠനത്തോടും ജീവിതത്തോടുമുള്ള താല്പര്യത്തെ പാടെ ഇല്ലാതാക്കും. ലഹരിയുടെ ഉപയോഗം അവരുടെ പ്രതിരോധ ശേഷിയെ കുറയ്ക്കുകയും മസ്തിഷ്കത്തിൻ്റെ വളർച്ചയെയും വികാസത്തെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. കുട്ടികളെപ്പോലെ തന്നെ ലഹരി യുവാക്കളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നു. യുവാക്കളിൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ക്രിയേറ്റീവ് കാലഘട്ടം ലഹരിയാൽ നരകതുല്യമാക്കപ്പെടുന്നു. മയക്കുമരുന്നിൽ അടിമപ്പെട്ട് സ്വന്തം രക്ഷിതാക്കളെ വരെ കൊലപ്പെടുത്തുന്ന യുവതീയുവാക്കളുടെ വാർത്തകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെയാണ്. മയക്കുമരുന്ന് വിപണനം, കൈവശം വെക്കൽ, ഉപയോഗം എന്നിവയെല്ലാം കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ്. മയക്കുമരുന്നുകളും ഇതര ലഹരി പദാർത്ഥങ്ങളും വിദ്യാർത്ഥികളിലും യുവാക്കളിലും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി ഇതിന് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട്. സമൂഹത്തിൻ്റെ ഗതികളെ തന്നെ മാറ്റിമറിക്കുന്ന ഈ പ്രശ്നത്തെ നിയമപരമായി ശക്തമായി തന്നെ നേരിടേണ്ടതുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയകൾ ആരെയും ചെറുത്തു നിൽക്കത്തക്ക വിധത്തിൽ പിൻബലമുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. ലഹരിക്കെതിരായുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അതിൻ്റെ വിപത്തിനെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ്. ലഹരി നമ്മുടെ ജീവിതത്തിൻ്റെയും അതിലെ സർവ്വ സന്തോഷങ്ങളെയും കെടുത്തിക്കളയുന്ന മഹാവിപത്താണ്. ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴികൾ തേടുകയാണ് നമ്മുടെ യുവതലമുറ. ആദ്യം ഒരു തമാശക്കായിരിക്കാം, പിന്നെ പതുക്കെ അത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറുന്നു. സൗഹൃദത്തിൻ്റെ പൂമരങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ പലരും ലഹരി തന്നെ ജീവിതമാക്കുന്നു. ആളിപ്പടരുന്ന തീനാളങ്ങൾ പോലെ ലഹരി പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കും ഒടുക്കം കുടുംബങ്ങളിലേക്കും ഒരു വൻ വിപത്തായി കടന്നു വരികയാണ്. ഇത് തടുക്കുവാനുള്ള സമയം വൈകിയോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ യുവാക്കളെയും വരും തലമുറയും ലഹരിയിൽ നിന്നും രക്ഷിക്കുക എന്ന വലിയ ദൗത്യത്തിന് ഒരുങ്ങുകയാണ് കേരള സർക്കാർ. ലഹരിക്കെതിരെ സുശക്തവും പഴുതുകളില്ലാത്തതുമായ പ്രതിരോധ മാർഗം തീർക്കുന്നതിനായി ബഹുമുഖ കർമ്മ പദ്ധതികളാണ് വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ഈ പ്രചാരണ പരിപാടി 2026 ജനുവരി 30 വരെ നീണ്ടു നിൽക്കും. വെളിച്ചത്തിന് നേർക്ക് ഈയാംപാറ്റകൾ വന്നെത്തിയിടുന്നത് പോലെയാണ് ലഹരിക്കുരുക്കിലേക്ക് പറന്നെത്തുന്ന യൗവനങ്ങൾ. പണത്തിനും ലഹരിക്കും വേണ്ടി അറിഞ്ഞുകൊണ്ട് സ്വയം നഷ്ടപ്പെടുത്തുന്നവർ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറാതിരിക്കാൻ ശ്രമിക്കുക. മാതാപിതാക്കളുടെ അധ്വാനവും പ്രതീക്ഷയും വിലമതിക്കേണ്ടതാണ്. നമ്മെ തളർത്തുന്നതാവരുത്, വളർത്തുന്നത് എന്താണോ അതാവണം നമ്മുടെ ലഹരി. നന്ദി, നമസ്കാരം.